വിദേശത്ത് ആദ്യമായി ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത് ആര്? മാഡം കാമ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗലി വെങ്കയ്യ. ത്രിവർണ പതാകയുടെ ധർമ്മചക്രം സ്വീകരിച്ചത് എവിടെ നിന്നാണ്? ഉത്തർപ്രദേശിലെ സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന്. 1931 മുതൽ 1947 വരെ ത്രിവർണ പതാകയുടെ മധ്യത്തിൽ അശോക ചക്രത്തിന് പകരം എന്തായിരുന്നു? ചർക്ക. ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഏത്? ഹുബ്ലി, കർണാടകയിലുള്ള ഹുബ്ലിയാണ്. ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് തരത്തിലുള്ള തുണിയാണ്? ഖാദി തുണി. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ആകൃതി എന്ത്? ദീർഘചതുരം. ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെ? രാജ്യത്തിൻ്റെ ശക്തിയും ധൈര്യവും. ദേശീയ പതാകയിലെ വെള്ള നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? സത്യവും സമാധാനവും. ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉൽപാദനക്ഷമതയും വളർച്ചയും. ദേശീയ പതാകയിലെ അശോക ചക്രം സൂചിപ്പിക്കുന്നത് എന്ത്? ചലനത്തെയാണ്. ദേശീയ പതാകയിലെ അശോക ചക്രത്തിൽ എത്ര അരകളുണ്ട്? 24. ദേശീയ പതാക ഉയർത്താൻ അനുവദനീയമായ സമയം? സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ. 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം എന്തായിരുന്നു? സിംഹം. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്ന്? ഫ്രാൻസ്. ഓഗസ്റ്റ് വാഗ്ദാനം നടന്ന വർഷം ഏത്? 1940. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് ആര്? റംസെ മക്ഡൊണാൾഡ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷമേത്? 1928. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അധികാരത്തിലുണ്ടായിരുന്ന വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഭഗത് സിംഗ്. സുഭാഷ് ചന്ദ്രബോസ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ച വർഷം? 1939. ലാലാ ലജ്പത് റായിയെ മർദ്ദിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ? ജെയിംസ് എ സ്കോട്ട്. കാശ്മീർ കരാറിൽ ഒപ്പുവെച്ച രാജാവ് ആരാണ്? ഹരി സിംഗ്. നാവിക കലാപം നടന്ന വർഷം ഏത്? 1946. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1946. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന പാതയുടെ ദൂരം എത്രയാണ്? 8.2 കിലോമീറ്റർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസാക്കിയ ദിനം? 1947 ജൂലൈ 5. INA തടവുകാരുടെ വിചാരണ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് പ്രഭു ആര്? വേവൽ പ്രഭു.
ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നതും പിന്നീട് നീക്കം ചെയ്തതുമായ മൗലിക അവകാശം ഏത്? സ്വത്തവകാശം. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വച്ചായിരുന്നു? ഹരിപുര സമ്മേളനം. സുഭാഷ് ചന്ദ്രബോസ് പട്ടാഭി സീതാരാമയ്യയെ തോൽപ്പിച്ചത് കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വച്ചായിരുന്നു? ത്രിപുര സമ്മേളനം. ഇന്ത്യൻ വിഭജന രേഖ തയ്യാറാക്കിയത് ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭു. ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന്? ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുദ്രാവാക്യം എന്ത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഏക ദേശീയ നേതാവാര്? ഡോക്ടർ BR അംബേദ്കർ. ചാരമയിൽ ദേശീയ പക്ഷിയായ രാജ്യം? മ്യാൻമാർ. ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ്? 3-ാം കർണാട്ടിക് യുദ്ധം. കർമ്മയോഗി എന്ന മാസിക ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ജ്യോതിറാവു ഫുലെ. ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആര്? സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത്? സിംഹമുദ്ര. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്? 4 സിംഹങ്ങൾ. ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിക്കപ്പെട്ടത് എന്നാണ്? 1950 ജനുവരി 26. ദേശീയ മുദ്രയുടെ താഴ്ഭാഗത്ത് സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയത് ഏത് ലിപിയിൽ? ദേവനാഗിരി ലിപിയിൽ. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് എന്ന്? 1911 ഡിസംബർ 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ച്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആര്? സരളാദേവി ചതുറാണി. ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണം. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആര്? ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? 1946 ഡിസംബർ 9. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ദേശീയ നിയമദിനം. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് എന്നാണ്? 1946 ഡിസംബർ 11. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ.